JSK ജാനകി വി വേഴ്സ് ഓഫ് സ്റ്റേറ്റ് ഓഫ് കേരള. സുരേഷ് ഗോപിയുടെ ഏറ്റവും പുതിയ ഫിലിം നിങ്ങളുടെ അടുത്തുള്ള തിയേറ്ററുകളിൽ ഇന്ന് റിലീസായിട്ടുണ്ട്. രാവിലെ മുതൽ തന്നെ നിങ്ങൾ ഒരുപാട് റിവ്യൂസ് കണ്ടിട്ടുണ്ടാവും. ചിലർ നല്ല റിവ്യൂ തരുന്നുണ്ട്, ചിലർ ആവറേജ് മൂവി എന്നുള്ള റിവ്യൂവും തരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ മൂവിയുടെ എക്സാക്ട് റിവ്യൂ ബ്ലണ്ടഡ് ടോക്ക് വിത്ത് ശരത്തിന്റെ ഈ വീഡിയോയിലൂടെ കാണാം. JSK ഈ സിനിമ റിലീസ് ചെയ്യുന്നതിന് മുന്നേ തന്നെ സിനിമാ പ്രേമികളല്ലാത്തവർക്കും ഈ പേര് പരിചിതമായിരിക്കും. കാരണം സെൻസർ ബോർഡുമായി ഒരുപാട് പ്രശ്നങ്ങൾ നിലനിന്നിരുന്നു. ഈ സിനിമയുടെ പേരുമായി ബന്ധപ്പെട്ട് ജാനകി എന്നുള്ള പേര് മാറ്റണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സെൻസർ ബോർഡ് സിനിമാക്കാരെ സമീപിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് വലിയ വിവാദമാവുകയും ചെയ്തിരുന്നു. പക്ഷേ ഈ സിനിമ കണ്ടു കഴിഞ്ഞ ശേഷം എനിക്ക് മനസ്സിലായ ഒരു കാര്യം, എന്തിനാണ് സെൻസർ ബോർഡ് ഇങ്ങനെ ഒരു വിവാദം സൃഷ്ടിച്ചതെന്ന്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇതൊരു മാർക്കറ്റിംഗ് പ്രൊപ്പഗാണ്ട ആണോ എന്ന് തന്നെ എനിക്ക് സംശയമുണ്ട്. കാരണം ഐതിഹ്യമായിട്ടോ പുരാണപരമായിട്ടോ യാതൊന്നും ജാനകിയോ അല്ലെങ്കിൽ സീതയുടെ പേരോ ഒന്നും പരാമർശിക്കുന്നില്ല ഈ സിനിമയിൽ. ഡേവിഡ് അബേൽ ജോൺ സുരേഷ് ഗോപി ചെയ്ത ക്യാരക്ടറിന്റെ പേരാണ്. ആ പേര് തന്നെ ഒരു മാസ് പരിവേഷമാണ്. ശരിക്കും പറഞ്ഞാൽ സുരേഷ് ഗോപി ഈ സിനിമയിലും അത്രയ്ക്ക് അങ്ങോട്ട് മാസായോ? ശരിക്കും പറഞ്ഞാൽ സെക്കൻഡ് ഹാഫിലാണ് ശരിക്കും സുരേഷ് ഗോപി മാസായിരിക്കുന്നത്. ഫസ്റ്റ് ഹാഫിൽ പലയിടങ്ങളിലും ചെറുതായി പാളിപ്പോയോ എന്ന് എനിക്ക് സംശയമുണ്ട്. ചിലയിടങ്ങളിലൊക്കെ ഫസ്റ്റ് ഹാഫിൽ ചെറിയൊരു ലാഗും എനിക്ക് ഫീൽ ചെയ്തു. അതുപോലെ തന്നെ ചിലയിടങ്ങളിൽ അദ്ദേഹം മാസായി ചെയ്യുന്ന പല കാര്യങ്ങളും എനിക്ക് കോമഡി ആയിട്ടാണ് വർക്കൗട്ട് ആയത്. എൻ്റെ അടുത്തിരുന്ന് കണ്ടവർക്കും ചെറിയ രീതിയിൽ ചിരിയൊക്കെ വന്നിരുന്നു. പക്ഷേ എങ്കിൽ സെക്കൻഡ് ഹാഫിൽ അദ്ദേഹത്തിൻ്റെ പഴയ വീര്യം, പഴയ ഡയലോഗ് ഡെലിവറിയിലെ പവർ അതൊട്ടും ചോരാതെ തന്നെ അദ്ദേഹം വളരെ നന്നായിട്ട് പ്രസന്റ് ചെയ്തിട്ടുണ്ട്. സുരേഷ് ഗോപിയെക്കാട്ടിലും ഒരുപിടി മുകളിലാണ് നിൽക്കുന്നത് നമ്മുടെ അനുപമ ചെയ്ത ജാനകി എന്ന ക്യാരക്ടർ. നേര് എന്ന സിനിമയിൽ അനശ്വര രാജൻ ചെയ്ത പോലെ ഏകദേശം അത്രത്തോളം വരുന്ന ഒരു റോളാണ് ഇതിൽ അനുപമ ചെയ്തിരിക്കുന്നത്. ഇത്രയും കാലം അനുപമയുടെ ആക്ടിംഗ് സ്കിൽ പുറത്തെടുക്കാൻ കഴിയുന്ന ഒരു ഡയറക്ടർ മലയാളത്തിൽ ഉണ്ടായിരുന്നില്ല എന്നാണ് ശരിക്കും പറഞ്ഞ സത്യം. കാരണം അവർ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് തെലുങ്ക് സിനിമകൾ അതുപോലെ തമിഴൊക്കെ ആയിരുന്നു. പക്ഷേ ഈ സിനിമയിലോട്ട് വരുമ്പോൾ അനുപമ ഈ സിനിമയിലെ ഏറ്റവും മികച്ചതായി എനിക്ക് തോന്നിയത് അനുപമ ചെയ്ത വേഷമാണ്. പ്രത്യേകിച്ച് കോർട്ട് റൂമിനുള്ളിൽ അനുപമ അതിഗംഭീരമായിട്ട് അഭിനയിച്ചിരിക്കുന്നു. വളരെ ഇമോഷണൽ ആയ സീക്വൻസുകളും അതുപോലെ വളരെ ബോൾഡ് ആയിട്ടുള്ള സീക്വൻസുകളും ഒക്കെ വളരെ പക്വതയോടെയാണ് അനുപമ കൈകാര്യം ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ശ്രുതി രാമചന്ദ്രൻ എന്ന നടിയുടെ ഈ സിനിമയിലെ പെർഫോമൻസ് എടുത്തു പറയേണ്ടതാണ്. ഒരു ഗർഭിണിയുടെ റോളാണ് അവർ ചെയ്തിരിക്കുന്നത്. അതിമനോഹരമായിട്ട് ഒരു ഗർഭിണി എങ്ങനെ റിയൽ ലൈഫിൽ ബിഹേവ് ചെയ്യുമോ അതുപോലെ മൈന്യൂട്ടായിട്ട് വരുന്ന പല രംഗങ്ങളും അതിഗംഭീരമായിട്ട് ശ്രുതി രാമചന്ദ്രൻ അഭിനയിച്ച് വലിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ മറ്റൊരു ക്യാരക്ടർ ദിവ്യാപിള്ളയ്ക്ക് കാര്യമായിട്ട് ഈ സിനിമയിൽ ഒന്നും ചെയ്യാനില്ല, എങ്കിലും കൊടുത്ത റോൾ അവർ വളരെ വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട്. അസ്കർ അലിയാണ് മറ്റൊരു മെയിൻ ക്യാരക്ടർ ചെയ്തിരിക്കുന്നത്. വളരെ കാര്യമായിട്ടൊന്നും ചെയ്യാനില്ലെങ്കിലും അത്യാവശ്യം നല്ല വെടിപ്പായിട്ട് തന്നെ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അതുപോലെ ബൈജു, ജയൻ ചേർത്തല എന്നിവർ ചെയ്ത വേഷവും അതിമനോഹരമായിട്ടുണ്ട്. അതുപോലെ തന്നെ സിനിമയിലെ SIയുടെ വേഷം ചെയ്തിരിക്കുന്ന യദു കൃഷ്ണൻ, ഞങ്ങൾ ഈ നിയമവ്യവസ്ഥയിൽ അസ്വസ്ഥരാണെന്ന് പഴയ മമ്മൂട്ടിയുടെ സിനിമയിൽ പറയുന്ന അദ്ദേഹമാണ് ഇതിൽ മറ്റൊരു പ്രധാന റോൾ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം അതിഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ സിനിമയിൽ എടുത്തു പറയേണ്ട മറ്റൊരു ക്യാരക്ടറാണ് മാധവ് സുരേഷ്. ഈ സിനിമയിലെ ഏറ്റവും മോശമായിട്ട് അഭിനയിച്ച ആരാണെന്ന് പറഞ്ഞാൽ അത് മാധവ് സുരേഷിന്റെ ആണെന്ന് നിസ്സംശയം പറയാൻ സാധിക്കും. പക്ഷെ ഞാൻ അദ്ദേഹത്തെ ഒരിക്കലും കുറ്റം പറയുന്നില്ല. അദ്ദേഹത്തിന്റെ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ സിനിമയാണിത്. മറ്റുള്ള സീനിയർ ആക്ടറെ പോലെയൊന്നും അഭിനയിക്കാൻ ഇദ്ദേഹത്തിന് അത്രയും എക്സ്പീരിയൻസ് ഉണ്ടാവില്ല. എങ്കിലും അദ്ദേഹം അത്ര വളരെ നന്നായി ചെയ്തിട്ടില്ലെന്ന് തന്നെയാണ് എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായം. വരും സിനിമകളിൽ അദ്ദേഹം ഇതിലും വളരെ നന്നായിട്ട് ചെയ്യാൻ സാധിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അദ്ദേഹം ഇന്റർവ്യൂവിൽ കാണിക്കുന്ന അത്രയും കോൺഫിഡൻസ് സിനിമ അഭിനയത്തിലൂടെ കാണിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് സിനിമയിൽ വലിയൊരു സ്ഥാനം നേടിയെടുക്കാൻ സാധിക്കും. പ്രവീൺ നാരായണാണ് ഈ പടം ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. ഇദ്ദേഹത്തിന്റെ ആദ്യത്തെ പടം അംഗരാജ്യത്തെ ജിമ്മന്മാരാണ്. അധികം ആൾക്കാരൊന്നും കേൾവിയില്ലാത്ത ഒരു സിനിമയാണിത്. ഞാനും ഈ സിനിമ കണ്ടിട്ടില്ല. അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ സിനിമ കൂടിയാണിത്. അദ്ദേഹം തന്നെയാണ് ഈ സിനിമയ്ക്ക് കഥ എഴുതിയിരിക്കുന്നത്. ഫസ്റ്റ് ഹാഫ് നോക്കുകയാണെങ്കിൽ ചെറിയ രീതിയിലുള്ള ലാഗൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. അതുപോലെ സുരേഷ് ഗോപി ചെയ്ത ചില സീനുകളൊക്കെ നമുക്ക് അത്യാവശ്യം ചിരിയും വരും. കാരണം അത് മാസായിട്ടാണ് അദ്ദേഹം ചെയ്തത്. നമുക്ക് കിട്ടിയത് ഒരു ചെറിയ കോമഡി ഫീലാണ്. അങ്ങനെ ഫസ്റ്റ് ഹാഫ് അത്രയ്ക്കും അങ്ങോട്ട് നമുക്ക് പറയാൻ പറ്റില്ല, എങ്കിലും അത്യാവശ്യം ഓക്കെ എന്നുള്ള രീതിയിൽ വാച്ചബിൾ ആണ്. സിനിമയുടെ കഥ മാറുന്ന സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴാണ്. സെക്കൻഡ് ഹാഫ് ഔട്ട് ആൻഡ് ഔട്ട് പക്ക ആയിട്ട് അവർ ചെയ്തിട്ടുണ്ട്. പച്ചയ്ക്ക് പറയുകയാണെങ്കിൽ സുരേഷ് ഗോപിയുടെ രാഷ്ട്രീയം ചെറുതായിട്ടെങ്കിലും ഈ സിനിമയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. കേരള സർക്കാരിനെതിരെയും കേരള പോലീസിനെതിരെയും ചെറിയ ഒളിയമ്പുകൾ ഈ സിനിമയിലൂടെ സുരേഷ് ഗോപിയും ഡയറക്ടറും നടത്തുന്നുണ്ട്. പോലീസുകാരുടെ കെടുകാര്യസ്ഥതയും അതുപോലെ ഒരു കേസ് കോടതിയിൽ എത്തിക്കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ആ ഇര നേരിടേണ്ടി വരിക എന്നതും വളരെ വ്യക്തമായിട്ട് ഡയറക്ടർ ഈ സിനിമയിലൂടെ കാണിച്ചു തന്നിട്ടുണ്ട്. നമ്മുടെ നീതിന്യായ വ്യവസ്ഥയിലുള്ള ഒരു ഇരയ്ക്ക് കിട്ടാവുന്ന
പരിഗണന എത്രത്തോളമാണ്, അതുപോലെ തന്നെ കോർട്ടിൽ ഒരു ഇര നേരിടേണ്ടി വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഈ സിനിമയിലൂടെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട്. മറ്റു റിവ്യൂവർ പറയുന്ന പോലൊന്നും ഞാൻ വളരെ എക്സ്പ്ലെയിൻ ചെയ്ത് ആഴത്തിലേക്ക് ഇറങ്ങി പോകുന്നൊന്നുമില്ല. അതുപോലെ തന്നെ ഒരു സിനിമയെ തകർക്കാനോ ഒരു പ്രൊഡ്യൂസറുടെ ഇത്രയും വലിയ ഇൻവെസ്റ്റ്മെന്റ് തകർക്കാനോ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ബിലോ ആവറേജ് അല്ലാത്ത ഒരു എബവ് ആവറേജ് സിനിമ കാണാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് തിയേറ്ററിലേക്ക് പോകാം. അതുപോലെ തന്നെ ഒരു കോർട്ട് റൂം ഡ്രാമ, ചെറിയൊരു ത്രില്ലർ അതൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക്, സുരേഷ് ഗോപിയുടെ നല്ല സിനിമകൾ ഇഷ്ടപ്പെടുന്നവർക്ക്, അതുപോലെ അനുപമ പരമേശ്വരന്റെ അടക്കം മറ്റു പലരുടെയും നല്ല പെർഫോമൻസുകൾ ഇഷ്ടപ്പെടുന്നവർക്ക് ധൈര്യമായിട്ട് ടിക്കറ്റ് എടുത്ത് ഫാമിലിയായിട്ട് തിയേറ്ററിലേക്ക് പോയി കാണാൻ സാധിക്കുന്ന ഒരു കൊച്ചു ചിത്രം കൂടിയാണ് JSK.